അതാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക്. നമ്മൾക്ക് സ്പീഡ് കൂടുമ്പോൾ നമ്മൾ സഞ്ചരിക്കണം എങ്ങോട്ടാണ്? ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. അത് രസകരമായ രീതിയിൽ ഈ നമ്മൾ വെളിപാടിൻ്റെ പുസ്തകമില്ലേ, വെളിപാടല്ല പുറപ്പാടിൻ്റെ പുസ്തകം. ശ്രുതിക്കട്ടെ മക്കളെ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 19:4 ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സമ്മോഹിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ദൈവം ചെയ്യുന്നൊരു പരിപാടിയാണ്. എന്താണ്? കഴുകൻ്റെ ചിറകിൽ സമ്മോഹിക്കുക. ഇതെങ്ങോട്ടാണ് വരണത്? സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട തൻ്റെ സങ്കേതമായ മരുഭൂമി എന്ന് പറയണത് ദൈവത്തിൻ്റെ ഈ മരുഭൂമി ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ചില സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം മരുഭൂമി പോലെയായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. ഇത് മരുഭൂമിയാണല്ലോ, ഇവിടെ തണലില്ലല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ എന്ന് പറയരുത്. ദ ഗോഡ് ഈസ് വിത്ത് യു. കർത്താവ് മരുഭൂമിയിൽ ഒറ്റക്കല്ലായിരുന്നെന്ന് ഞാൻ പറയുന്നു, നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. എന്താണ്? മരുഭൂമി തൻ്റെ സങ്കേതമാണ്, അത് കർത്താവിൻ്റെ ഇടമാണ്. നീ സഞ്ചരിക്കുന്ന വഴികളെ രോഗമുണ്ടാകാം, വേദന ഉണ്ടാകാം, ജോലിയില്ലാത്ത അവസ്ഥ ഉണ്ടാകാം, ബട്ട് നിങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവസങ്ങളൊക്കെ ഞാൻ ധ്യാനിച്ചൊരു പോയിൻ്റാണ്, ഗെറ്റ് ദ വിങ്സ് ആൻഡ് സേവ് ദ ടൈം. ചിറകുകൾ സ്വന്തമാക്കൂ, സമയത്തെ ചുരുക്കൂ. എങ്ങനെയാണ് ചിറകുകൾ സ്വന്തമാക്കണത്? ഉടമ്പടിയിലെ ദൈവം തൃക്കൺ പാർത്ത് എന്തൊക്കെയാണ്? അവിടെ തൻ്റെ ദാസിയുടെ വിരീതാവസ്ഥ തൃക്കൺ പാർത്തു. അതിനെന്താ കാരണം? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം 1:38 ലൂക്ക, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. വിനയവും ദൈവവചനങ്ങളുള്ള സമർപ്പണവും. 2 ചിറകാണ്. ഒന്ന് വിനയത്തിൻ്റെ ചിറക്, ഒന്ന് കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ നിറവേറ്റാനുള്ള സമർപ്പണം. ഒന്ന് വിനയത്തിൻ്റെ ചിറക്, രണ്ടാമത്തെ എന്താണ്? കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ നിറവേറ്റാനുള്ള സമർപ്പണം. 2 ചിറക്, 2 വൻ കഴുകൻ്റെ ചിറകാണ്. അത് ഈ ചിറക് ധരിച്ചാൽ സ്പീഡ് കൂടും. നിൻ്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വേഗത കൂടും. വേഗത ധരിക്കണത് ഇങ്ങനെയാണ്. വേഗത ധരിക്കണത് 2 ചിറക് ധരിച്ചുകൊണ്ടാണ്. ആ ചിറക് മരിയൻ ചിറകെന്ന് പറയുമ്പോൾ വെളിപ്പാട് 12:14 അനുസരിച്ച് ചിറക്, ലൂക്ക 1:38 അനുസരിച്ചുള്ള ചിറകാണ്. എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത ദുഃഖം പാർത്ത് 1:48, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തോടുള്ള ദാസ്യത, ലോകത്തോടുള്ള ദാസ്യതയല്ല. ആ 1.5 കോടി രൂപ സ്ത്രീധനം കിട്ടുമെന്ന് പറയുമ്പോൾ അത് അപ്പം തന്നെ വായുമ്പടിച്ച് സ്വീകരിച്ച ലോകത്തോട് ദാസ്യതയായി. ഇതിൻ്റെ അകത്ത് എന്താ? ഇത് ദൈവഹിതമാണോ എന്നറിയുമ്പോൾ ദൈവത്തോടുള്ള ദാസ്യതയായി. ഇതാണ് ഞാൻ കുഞ്ഞുമോൻ്റെ ജീവിതാനുഭവം ആദ്യമേ പറഞ്ഞത്. എങ്ങനെയാണ് ഒരു വ്യക്തി ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ അങ്ങയുടെ മനസ്സ് പോലെ എന്നിൽ നിറവേറേണ്ടതെന്ന് വെച്ചാൽ 2 വിങ്സായി. ദെൻ വി വിൽ ഗെറ്റ് വിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് സ്പീഡാകും. നിങ്ങളുടെ കാര്യങ്ങൾ ഉടനെ നടക്കും. വീടില്ലാത്തതും ജോലി ഇല്ലാത്തതും പരീക്ഷ പാസ്സാകാത്തതും എന്ത് വിഷയം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഉടമ്പടിയുടെ എല്ലാ ഒരു 12,000-ഓളം യൂട്യൂബ് സാക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ 2,000 കണ്ടില്ലെങ്കിൽ ഒരു 20 സാക്ഷ്യമെങ്കിലും കണ്ടു നോക്കണം. എന്നിട്ട് ഉടനെ ഷെയർ ചെയ്യണം. എന്നിട്ട് ഉടമ്പടി അനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 2 ചിറക് എന്നെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഒന്നെന്താണ്? കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ദാസ്യതയോടാണ്. ലോകത്തിൻ്റെ ദാസ്യതയല്ല, ദൈവത്തിൻ്റെ ദാസ്യത. രണ്ടാമത്തെ എന്താണ്? അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ. വചനത്തോടുള്ള ദൈവവചനത്തോടുള്ള സമർപ്പണം. അതാണ് 2 ചിറകുകൾ. അപ്പോഴാണ് പറക്കൽ വരണത്. നമുക്ക് നടക്കാം, പിന്നെ ഓടാം, പിന്നെ പറക്കാം. കർത്താവ് നിങ്ങളെ പറപ്പിക്കും നിങ്ങളുടെ സങ്കേതത്തിലേക്ക്. ഉടമ്പടി അതാണ് ഉടനടി പരിഹാരമെന്ന് പണ്ട് പറയാൻ കാരണം ഇത് ഞാൻ അനുഭവിച്ചിട്ട് പറഞ്ഞതാണ്. പെട്ടെന്നാണ് എൻ്റെ അത്. പക്ഷെ പെട്ടെന്ന് ചിലർക്ക് പെട്ടെന്നാകാത്തതിൻ്റെ കാരണം അവർ വിങ്സ് കിട്ടാത്തത് കൊണ്ടാണ്.
അവരിപ്പോഴും പഴയതുപോലെ തന്നെ കണ്ടത്തടിക്കും മുണ്ടത്തടി, ഒറ്റടി, ചത്താലും ചത്തില്ലെങ്കിലും 3 മണിക്ക് അടക്കമെന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ അതിനാണ് ദുശാഠ്യം എന്ന് പറയണത്. ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. 33:3 പുറപ്പാട്, ഞാൻ വരുന്നില്ല. എന്താ കാര്യം? നിങ്ങൾ ദുശാഠ്യക്കാരാണെന്ന്. ദുശാഠ്യം അവസാനിപ്പിച്ചുകൊണ്ട്, അനുതാപപ്പെട്ടുകൊണ്ട്, വിനയത്തോടെ വചനം സമർപ്പിച്ചുകൊണ്ട് വേഗത കൂട്ടുക. കൈ അടിച്ച് കർത്താവ് സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. കർത്താവേ അനുതാപത്തോടെ വിനയത്തോടെ കർത്താവേ കൃപയിൽ നിറയാൻ ശക്തി നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എഴുന്നേൽക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കും മക്കളെ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിത ദുരിതങ്ങൾക്ക് സമാശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളയിടത്തൊക്കെ കൈവച്ചുള്ളൂ. ശ്വാസകോശ രോഗികൾ നെഞ്ചിലും, തൈറോയ്ഡ് രോഗികളുടെ കഴുത്തിലും, ഉദര രോഗികൾ, പാൻക്രിയാസ് രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിനും, കിഡ്നി രോഗികൾ നടുവിനും, അൾസർ രോഗികളും ഉദര രോഗികൾ അടിവയറിനും, സർവാംഗ രോഗമുള്ളവരെ സ്വസ്തികയായിട്ടും കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിലെ കർത്താവ് നിന്നെ സഹായിക്കാൻ പോകുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായി കർത്താവേ എന്നെ സ്പർശിക്കണമേ, കർത്താവേ എന്നെ സ്പർശിക്കണമേ, അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി എന്നെ സന്വേഷിപ്പിക്കണം. അമ്മേ പരിശുദ്ധമ്മേ, എല്ലാ മലാഖമാരും വിശുദ്ധന്മാരും സാക്ഷികളെ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ തിരുമുൻപാകെ വലതുകരത്താൽ ഓരോ മകനെയും മകളെയും കർത്താവേ നിന്റെ തിരുമുൻപാകെ വലതുകരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ ഉന്നതമായ നാമത്തിലെ കർത്താവേ വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും മഴ പോലെ കർത്താവേ ഇപ്പോൾ വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഓരോ മകന്റെ മേലും കർത്താവേ ഓരോ മകളുടെ മേലും കർത്താവേ വിശുദ്ധ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കത്തായി. ഉള്ളംകാലം മുതലേ ഉച്ചവരെ കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഉള്ളംകാലം മുതലേ ഉച്ചവരെ കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഈശോ മാരക രോഗങ്ങൾ, ഈശോ ക്യാൻസർ രോഗങ്ങൾ, കർത്താവെ മാരക രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കർത്താവെ കണ്ണിന്റെ കാഴ്ചക്കുള്ളവരെ, ചെവിക്കറിവുള്ളവരെ, സ്പോണ്ടിലോസിസ് രോഗികളെ, വെരിക്കോസ് രോഗികളെ, നരമ്പിന്റെ രോഗികളെ എല്ലാം ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തിയൊക്കെ, യേശുവിന്റെ ശക്തിയോടെ മാരക രോഗങ്ങളെ, തീരാവേദികളെ, നാമത്തിലെ രോഗികളെ, തീരാവേദികളെ, യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ ജീവനോടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന്റെ സ്ഥിരീകരണത്തിന്റെ സത്യമായി, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി യേശുനാമത്തിലെ സാക്ഷിയായി ഉയർത്തുന്ന കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ, തീരാവേദികളെ, ദുരിതങ്ങളെ, തടസ്സങ്ങളെ യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. മുട്ടനിക്കുക. പ്രിയമുള്ളവരെ, ഇപ്പോൾ സുഖിന ടി വിയിൽ ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് ആശീർവാദം കൊടുക്കേണ്ടി വരുന്നത്. നമുക്ക് ആശീർവാദം കൊടുത്ത ടി വി പ്രോഗ്രാംസ് പോസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ വീണ്ടും നമ്മൾ ഉടമ്പടി വിഷയങ്ങളൊക്കെ വെച്ച് അച്ഛൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വീണ്ടും പ്രാർത്ഥന തുറന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കുക. യേശുവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, മനമുയർത്തി, സ്വരമുയർത്തിക്കൊണ്ട് യേശുവേന്ന് വിളിച്ചപേക്ഷിക്കട്ടെ, യേശുവേന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. കർത്താവേ, ഉടമ്പടി ചെയ്ത ഓരോ മകളെ ഉടമ്പടി നിയോഗങ്ങളുടെ മേല് ഈ ശുശ്രൂഷ കണ്ട് ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എഴുന്നേൽക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ. കുടുംബസമാധാനം ഇല്ലാത്തവരുണ്ട്, വലിയ തകർച്ചയിലുള്ള കുടുംബങ്ങളുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുകയാണ്. തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടു പോയ മക്കളുണ്ട്, അവരെക്കുറിച്ച് വ്യവലാതി തീ തിന്നുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ എത്താതെ വേദനിക്കുന്ന, വല്ലാതെ വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്. ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി വന്നു പോയിട്ടുള്ള തൊഴിൽ നഷ്ടം, സാമ്പത്തിക നഷ്ടം മൂലം വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛൻ ശിരസ്സ് നമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതിനുശേഷം വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് അടയാളം തരും. ശ്രുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. അതിശക്തമായി കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അഭിഷിക്തൻ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനിലേക്ക് കർത്താവേ വലിയ വലിയ വെളിപാടുകൾ, ദർശനങ്ങൾ ഇപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോക ജനതയ്ക്ക് വേണ്ടി നാനാഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ജനതയുടെ ജീവിതത്തിന് സമാശ്വാസം നൽകാൻ, സന്ധിപ്പ് നൽകാൻ, അവരുടെ ജീവിത നിയോഗങ്ങൾ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിന്റെ മേൽ, യുക്രിസ്റ്റ് മീറ്റിംഗിന്റെ മേൽ കർത്താവേ അഭിഷേകം നൽകുമാർ അങ്ങയുടെ അഭിഷിക്തനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ അഭിഷേകം നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോഴും ജോലി ഇല്ലാത്തവർ മാത്രം കൈപൊക്കുക. ജോലി തടസ്സമുള്ളവർ, ജോലി കയറിപ്പോകാൻ പറ്റാതിരിക്കുന്നവർ, സാങ്കേതിക തടസ്സമുള്ളവർ മാത്രം കൈപൊക്കുക. മറ്റുള്ള സഹോദരങ്ങൾ അച്ഛൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി. പക്ഷേ കൈപൊക്കുന്നവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രുതികടെ വിശ്വാസപ്രമാണം ചൊല്ലട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി കൈകളിലെല്ലാം നിന്റെ വിശുദ്ധമായ വലതുകരം കോർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താറയിൽ ആശ്രയം തേടിയിരിക്കുന്ന മക്കൾക്ക് കർത്താവേ അഭയമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും നിൽക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു. ഇസ്ലാം. മക്കളില്ലാത്തവർ കൈപൊക്കുക. മക്കളില്ലാത്തവർ, ഇനി മക്കൾ നിങ്ങളിവിടെ ഇല്ല, പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള മക്കൾക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായത് ആൻറ്റിയാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. ആൻറ്റിയുടെ, അതായത് അമ്മയുടെ ചേച്ചി, അവർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവിടെ ന്യൂസിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. 25 വർഷമായിട്ട് മക്കളില്ല. 25 വർഷം. ഇപ്പോൾ 25 വർഷമായിട്ട് മക്കളില്ല എങ്കിൽ അവർ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, 25 പോയിട്ട് 5 വർഷം കഴിയുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ടെസ്റ്റും നമ്മൾ നോക്കിയിരിക്കും. ഇത് 25 കാൽ നൂറ്റാണ്ടാണേ. കാൽ നൂറ്റാണ്ടായിട്ട് മക്കളില്ലാത്തവർക്ക് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മാസം പ്രഗ്നൻ്റായി. അത്രയും സ്പീഡാണ്. ഞാൻ സ്പീഡെന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ പറയണത് കറക്റ്റാണ് ഈ പറയണത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. 25 കൊല്ലം, കാൽ നൂറ്റാണ്ട്. എന്നിട്ട് ആ പേര്, അവരുടെ പേരിൽ എഴുതിയിട്ട് ഇവർ ഉടമ്പടി പ്രകാരം അങ്ങ് സമർപ്പിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അമ്മയുടെ ആ സിംഗിൾ മന്തിൽ തന്നെ അവർ പ്രഗ്നൻ്റ്. ആ കുഞ്ഞിനെയും കൊണ്ടുവന്നാണ് കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞത്. അപ്പോഴേ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന സാക്ഷ്യം വേറെയാണ്. ഇത് ഇവർ ഒറ്റക്ക് പറഞ്ഞ സാക്ഷ്യമാണ്. നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം
അപ്പം നിങ്ങൾക്ക് മക്കളില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്ക് മക്കളില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയത്തില്ല, അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണം. അവരെ ഓർത്ത് മനസ്സിൽ ഓർത്ത് അമ്മയുടെ മുമ്പ് കൈപൊക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ ഉണ്ണീശോയെ ലോകത്തിന് വേണ്ടി ഗർഭം ധരിച്ചവളെ ഇപ്പോഴേ ഞങ്ങൾ കൈപൊക്കി നിൽക്കുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്ന മക്കളില്ലാത്ത വ്യക്തികളുടെ ശിരസ്സില് അമ്മേ പരിശുദ്ധ അമ്മയുടെ കൈകൾ വെക്കണമേ. അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടി ഈ ഡേറ്റില് ഓർത്തുകൊണ്ട് അമ്മ അനുഗ്രഹത്തിന്റെ തീയതി അനുസ്മരിച്ചുകൊണ്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഞങ്ങളെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, മധ്യായ എലിസബത്തിന് സന്താനലബ്ധി കൊടുത്ത ദൈവമേ, സാറായിക്ക് സന്താനലബ്ധി കൊടുത്ത ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളെ ആശീർവദിച്ച് നന്ദി പറയുന്നു. യേശുവേ ആരാധന. വീടില്ല, സ്ഥലമില്ല, സമാധാനമില്ല, ജീവിത പങ്കാളിയുടെ മദ്യപാന, സാമ്പത്തികമായ കടങ്ങൾ, മക്കൾ വിദേശത്ത് പെട്ടുപോയി, അവർക്ക് ജോലി ആയിട്ടില്ല, നമ്മൾ പണം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടുന്ന് അവർ കടം മേടിച്ച് എന്ത് ചെയ്യുമെന്നറിയാൻ പല വിഷമിക്കുന്നു. അവരവിടെ തുടർന്നു കൊണ്ടുപോകാൻ അവർക്ക് നിയമപരമായിട്ട് സാങ്കേതിക കുരുക്കുള്ളവരെ അക്കാമയില്ല, അവിടെ വിസ തീരാനായി, അവിടെ PR ഗ്രീൻ കാർഡ് ഒന്നും ആയിട്ടില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരുടെ മേലെ അമ്മ മാതാവിന്റെ കർണച്ചൊരിയുടെ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിലെ കുരിശിന്റെ അടയാളത്തിലെ ദൈവത്തിന്റെ മാതാവേ, കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിന്റെ സാക്ഷിയായി ഈ മക്കളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. 3 സാക്ഷ്യങ്ങൾ, 3 അടയാളം കണ്ടത്. ഒന്ന്, ശ്വാസകോശ രോഗികൾ, അതായത് ഷെല്ലിരിക്കുന്ന ഒരു സാധനം കഴിക്കാൻ പറ്റാത്ത ഇതിൽ ശ്വാസകോശ രോഗമുള്ളൊരു ശ്വാസം അടഞ്ഞു പോകുന്നവർ, ഷെല്ലിൽ ഉപയോഗിക്കുന്ന കക്ക, അത് എന്തും ആയിക്കോട്ടെ. പിന്നെ ക്യാൻസർ രോഗികൾ, അതായത് ഞണ്ടിൻ്റെ മെസ്സേജിൽ നിന്നാണിത് പറയണത്. ക്യാൻസർ രോഗികൾ, ഈ ശ്വാസകോശ രോഗികളെയും ക്യാൻസർ രോഗികളെയും കർത്താവ് സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. കൈ ഇടിച്ച് കർത്താവ് അതായത് ഇപ്പോൾ ഒരു താഴിങ്ങനെ ലോക്ക് ചെയ്ത് കിടക്കുന്ന മെസ്സേജ് ശ്രദ്ധിക്കുക. ചിലപ്പോഴും അടഞ്ഞുപോയ കെട്ടിടങ്ങളാകാം, ചിലപ്പോഴും നിന്നുപോയ കടയാകാം, ചിലപ്പോൾ വ്യവസായമാകാം, വ്യാപാരമാകാം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സംരംഭങ്ങളും ശ്രമങ്ങളും പാതി വഴിക്ക് നിർത്തിയും ഉപേക്ഷിച്ച് കളഞ്ഞ വിഷയമാകാം. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. കാരണം ഇപ്പം നീ ഒരു കെട്ടിടം കുറേ ഉണ്ടാക്കി, നിനക്ക് എന്തെങ്കിലും നിയമ തടസ്സം കാരണം പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടിയില്ല, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുന്ന സമയമാണിത്. ചിലപ്പോൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ കുരുക്ക് കാരണം വിത്ത് ഹെഡായി പോയിട്ടുള്ള ഫയൽ നീക്കങ്ങൾ, മരവിച്ചു പോയ അവസ്ഥകൾ, സത്യമാണ് കാര്യം. പക്ഷേ നമ്മുടെ രേഖയില്ലാത്തതിൻ്റെ പേരിൽ റിസ്ക് എടുക്കാൻ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് തയ്യാറാകുന്നില്ല. നമ്മൾ നടന്ന് കഷ്ടപ്പെടുക തന്നെ മിച്ചം. അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും, രേഖാപരമായ സാഹചര്യങ്ങൾ ഇപ്പോൾ ഓർക്കുക. തകർന്നു നിൽക്കുന്ന കുടുംബങ്ങൾ, വലഞ്ഞു പോയ കുടുംബജീവിതം എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കിടപ്പ് രോഗികളെ ഓർക്കണം.
നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ നീ ഉദരത്തെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. എന്തോ കളിയെന്നറിയാൻ പാടില്ല. മുച്ചിട്ട് കളിയാണോ, അങ്ങനെ കളി ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. റമ്മിയാണോ എന്നറിയത്തില്ല. ഏതോ കളിക്കകപ്പെട്ടിരിക്കുകയാണ്. അത് കാരണം കാശിങ്ങനെ കുറേ പോയി, ഇനിയും കളയാൻ വേണ്ടി കാത്ത് ഒരുതരം അടിമത്വം വന്നിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവൻ്റെ ആന്തരിക ബന്ധങ്ങളെ അഴിച്ചു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത്. മുക്കിൽ നിന്ന് വല്ലാണ്ട് പ്രത്യേകിച്ച് ഇടതുവശത്തുള്ള മുക്കിലെ ദ്വാരത്തിൽ നിന്ന് അത് വർക്കിംഗ് കണ്ടീഷൻ അല്ല, ശ്വാസം കയറണില്ല, മണവും അറിയണില്ല, എന്തോ കുഴപ്പം. ആ മൂക്കിനൊക്കെ കർത്താവ് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണിന് എപ്പോഴും എരിച്ചിലും പുകച്ചിലും ഉണ്ട്, അതിൻ്റെ കാര്യം നെറ്റി പൊള്ളുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ട് സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് അപ്പോസ്തലന്മാർ നിറഞ്ഞ അതേ അഭിഷേക ശക്തി, പരിശുദ്ധമേൽ നിറഞ്ഞ അതേ അഭിഷേക ശക്തി, പൂർവ്വപിതാക്കന്മാരുടെ അഭിഷേക ശക്തി ഇപ്പോൾ വർഷിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, ചിലന്തി കടിച്ചതുപോലെയുള്ള എന്തോ ഒരു ജീവി കടിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിഷം ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഭയങ്കര ഹിഡിനെസ്, തറച്ച, ചില മരുന്നുകൾ ഏൽക്കണില്ല. ഇങ്ങനെ ഒരു രോഗിയെ എപ്പോഴും കിടക്കണം, കുറച്ച് ജോലി കഴിയുമ്പോൾ അണച്ചു പോകും. ഇങ്ങനെ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു, കർത്താവേ ശരീര സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ദിവ്യകാരുണ്യം എഴുന്നള്ളി ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഒരു പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരേ ഒരു സ്ഥലമായിരിക്കാം ഇത്. ഈ അടുത്ത കാലത്ത് ഏറ്റവും ഉന്നതമായ രീതിയിൽ അത്രയും അത്ഭുതങ്ങളെ കാണിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ദൈവം അടയാളം കാണിച്ചൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ബോധത്തിൽ പ്രാർത്ഥിക്കണം. 2 എന്ന് ഈശോ ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ട്. 2 ഡേറ്റ് ഇട്ടിരിക്കാൻ 8, ഇപ്പോൾ 8 എന്ന് ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2 8 ആകാം, ചിലപ്പോൾ 28 ആകാം. ഈ ഡേറ്റിൽ പരീക്ഷകൾ, അതുപോലെ തന്നെ വേറെ പാല് കാച്ച്, അതുപോലെ തന്നെ എന്താ പിന്നെ അതുപോലെ തന്നെ ഈ പെരക്ക്, തറക്കല്ലിടൽ, ഇത് ആ തറക്കല്ലിടുന്നതൊക്കെ ഈ ഡേറ്റിൽ ശനിയാഴ്ച വന്നാൽ ഇടാൻ പറ്റത്തുള്ളൂ. അത് മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് നമ്മൾ ഉടമ്പടിയിലെല്ലാം ചെയ്യണത്. അല്ല മറ്റു ദിവസങ്ങൾക്ക് ശനിയാഴ്ചകൾ എന്ത് പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല. നമ്മൾ ഉടമ്പടിയിലെല്ലാം ചെയ്യണത് ഒന്നെങ്കിൽ ബുധനാഴ്ച ചെയ്യും, അല്ലെങ്കിൽ ശനിയാഴ്ച ചെയ്യും. ഇത് 2 മാതാവിൻ്റെ ദിവസമാണ്. ഓർത്തഡോക്സ് സഭക്കാർക്കെല്ലാം പുരാതന കാലം മുതൽ ബുധനാഴ്ചയാണ് മാതാവിൻ്റെ ദിവസം. അവർക്കറിയാവുന്ന അറിയത്തില്ല, പുസ്തകത്തിലൊക്കെ അങ്ങനെയാണുള്ളത്. റോമൻ കാത്തലിക്സിനെല്ലാം ശനിയാഴ്ചയാണ് മാതാവിൻ്റെ ദിവസം. അപ്പം അത് നോക്കി നിങ്ങൾ മാതാവിൻ്റെ ദിവസത്തിന് സമർപ്പിച്ചിടണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും അമ്മ അത് പിന്നെ ഏറ്റെടുത്തോളും. നമ്മളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഈ ഇടിവെട്ടിൻ്റെ കാന്തം ഉയർത്തണ പോലെയാണ്. എല്ലാ ഇടിവെട്ടും പിടിച്ചോളും. അതുകൊണ്ടാണ് നമ്മൾ ആ ഡേറ്റിൽ സമർപ്പിക്കണത്. അല്ലാതെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകം ഉള്ളത് കൊണ്ടല്ല. അത് അമ്മയെ സമർപ്പിച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് പ്രശ്നമില്ല, പിന്നെ നമുക്ക് വേവലാതികളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാശ് രൂപ പ്രത്യേകം മേടിച്ചുകൊണ്ട് പോയി അങ്ങനെയുള്ള സ്ഥലത്ത് സമർപ്പിക്കണമെന്ന് പറയുന്നത്. മരിയൻ ഡെഡിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധത്തിൽ വേണം അതൊക്കെ ചെയ്യാൻ. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബോധമാണ്. ബേസിക്കായിട്ട് വിശ്വാസം എന്താണ്? ഒരു ബോധമാണ്.
അപ്പോൾ ആ ബോധമുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല, ബോധമില്ലാത്തവർക്കാണ് പ്രശ്നം. ഉടമ്പടിയിലൂടെ ആ ബോധം കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സമയമായില്ലെങ്കിലും പോലും യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാകും. ഉടമ്പടി ഇതുവരെ ചെയ്യാത്തവർ ഇന്ന് ചെയ്യാൻ അവസരമുണ്ട്. 2 മണി തൊട്ട് അല്ലെങ്കിൽ 2:30 മണി തൊട്ട് ഉടമ്പടി വീണ്ടും ആരംഭിക്കും. എല്ലാ തിങ്കളാഴ്ചയുമാണ് സാക്ഷ്യം പറയണത്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറും. കാര്യം ഇന്നലെ 25ഓളം സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവസാനത്തെ ആൾ പോയപ്പോൾ വൈകുന്നേരമായി. അപ്പം ഞങ്ങളത് കുറച്ച് 14 സാക്ഷ്യങ്ങൾ വെച്ചാണ് ഇനി പറയിപ്പിക്കുന്നത്, 16 സാക്ഷ്യം. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം സാക്ഷ്യം പറയിപ്പിക്കും. കാര്യം സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ കൗൺസിലിംഗ് നടക്കത്തുള്ളൂ. കാരണം നിങ്ങൾ ഉടമ്പടി പുതുക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങളുമായിട്ട് ഇപ്പോൾ ഞാൻ ആ കുഞ്ഞുമഞ്ചേൻ്റെ കാര്യം പറഞ്ഞില്ലേ, മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം പ്രവർത്തിച്ചെന്ന് എനിക്ക് ബോധ്യപ്പെടണം. നിങ്ങൾക്ക് മെസ്സേജ് വേണം. നിങ്ങൾ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അത് 2, 3, 4 പുതുക്കിയ തീർച്ചയായിട്ടും ആലുഷ്യപ്പതോട് പറഞ്ഞാൽ അച്ഛൻ നിങ്ങളെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷേ മെസ്സേജ് കൗൺസിൽ വേറെ സംഭവമാണ്. അതിന് നിങ്ങൾ ദൈവമായിട്ട് അടയാളം കിട്ടാൻ തുടങ്ങിയെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് അടയാളം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പഞ്ഞം തീർന്ന് പിന്നെ പ്രബടാന്ന് മെസ്സേജ് വരും, ഒരു കുഴപ്പമില്ലാതെ വരും. ഇപ്പോൾ ഈ വിഷയം തന്നെ കണ്ടില്ലേ, നമ്മളെന്താണ് ദൈവത്തോട് ചോദിച്ചത്? വിവാഹം. അതിന് കാനായ ആ 2, 4 ഉള്ളൂ, വേറെ ഒരു 2, 3 ആ നമ്പറേ ഉള്ളൂ, അല്ലെങ്കിൽ 2, 5 ആകാം. യോഹന്നാൻ്റെ സുവിശേഷമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്രയും ഷാർപ്പാണ് ശരിക്കും. പക്ഷെ അത്രയും നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ അപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒക്കുക, ശരിയാകുക എന്നുള്ള ചെറിയൊരു പിടപ്പുണ്ടായ പ്രശ്നമാണ്. നിങ്ങൾ പിടപ്പ് മാറ്റാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിടക്കേണ്ട കാര്യം എന്ത്? നിങ്ങൾ ജീവിക്കണ ദൈവത്തിലാണ് വിശ്വസിക്കണത്. അങ്ങനെ വിശ്വസിച്ചാൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി, സജ്ജി അന്ന്, അതായത് അവരുടെ മകന് ലുക്കേമിയാണ് അസുഖം. ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരെ അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനോട് ഇവർ പറഞ്ഞു, ഡോക്ടറെ മജ്ജ കയറ്റിയാലും കുഴപ്പമില്ല, വീട് വിറ്റ് ഞാൻ തരാമെന്ന് പറയും. അപ്പോൾ അപ്പനോട് കണ്ണൂരാണ് വീട്, അവർ ഇവിടുന്ന് ഇവിടെ വന്ന്, അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛാ ലുക്കേമിയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ സിങ്കിങ് ആയി, 20% ഹോപ്പേ ഉള്ളൂ, തീരാനായി. അതാണ് ഡോക്ടർ അറിയിക്കേണ്ടവർ അറിയിക്കാൻ പറയണത്. അങ്ങനെ അതായത് ഡോക്ടർമാരുടെ ഒരു പരിമിതിയാണത്. അത്രയും അവർക്കറിയാവുന്ന മരുന്ന് അവർ ചെയ്യും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇത്രയേ ഉള്ളൂ, മകനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പടം ഉണ്ടെന്ന് ചോദിച്ചു. അവൻ്റെ ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞു പടമില്ല, മൊബൈലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൊബൈൽ അമ്മയെ ഏൽപ്പിക്കാം, ഞാൻ മൊബൈൽ അമ്മയെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അമ്മയെ കുഞ്ഞിനെ ഇവനെ ഉള്ളു വിലയെടുത്ത് കൊടുക്കാൻ, വേറെ ആരുമില്ല, വേറെ വാരിക്കെട്ടി പറയേണ്ട കാര്യമില്ലല്ലോ, വേറെ എടുത്ത് കൊടുക്കാൻ ഇവനേ ഉള്ളൂ, അവനെ തിരിച്ച് കൊണ്ടുവരണമെന്ന് പറയും. പിന്നെ ഇവർ തിരിച്ച് എന്നിട്ട് ഡോക്ടർ പറയും വാട്ട് ഹാപ്പൻഡ്, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലെന്ന്, ആളൊക്കെ ആയിരിക്കണം. ഇത്രയും സ്പീഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങളെ ഒക്കട്ടെ, ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടില്ലേ വണ്ടിക്കൂലി നഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് അലവരാതി ക്രിസ്ത്യാനികളുണ്ട്. അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. നിങ്ങൾ ദൈവമായിട്ട് കറക്റ്റാണെങ്കിൽ എനിക്ക് കാണാൻ പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഉടമ്പടി കൃത്യമായിട്ട് പുതുക്കി 3 ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ സാക്ഷ്യം കിട്ടിയിരിക്കണം. കാര്യം ഒരു ഉടമ്പടി ആകുമ്പോൾ തന്നെ സാക്ഷ്യം തുടങ്ങേണ്ടതാണ്. കൃത്യമായിട്ട് രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലണം, 7:30 ഉടമ്പടി പ്രാർത്ഥന ചെല്ലണം. രോഗികളെ പോയി സന്ദർശിക്കേണ്ടവർ അവൻ പറയണ പോലെ ചെയ്യണ പോലെ രോഗികളെ സന്ദർശിക്കണം. അതുപോലെ തന്നെ നമുക്ക് ദാനധർമ്മം ചെയ്യണം. സുവിശേഷ പത്രിക, കൃപാസനം പത്രം എന്തിനാ കൃപാസനം പത്രം വാങ്ങിച്ച് നമ്മൾ കൊടുക്കണത്? കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു സ്വപ്നമുണ്ടായി. ഞാൻ ജോമോട് പറഞ്ഞു, അതായത് കഴിഞ്ഞ 12, 11, 13-ാം തീയതി പത്രം പൊളിക്കുകയാണ്, ഇരുന്ന് പൊളിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഉടനെ പറയണേ ഇതിൽ അമ്മയുണ്ടെന്ന്.
ഇത് എനിക്ക് കിട്ടിയ അനുഭവമൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കും. ആൾത്താറെ സത്യമായ സ്ഥലത്ത് നിന്നുകൊണ്ട് പറയണ കർത്താവിൻ്റെ അമ്മയുടെ ഗുണം. ഇതിൻ്റെ പേരിൽ നിങ്ങൾ പോയി പത്രത്തെ കിടന്ന് പിന്നെ നിങ്ങൾ വന്ന് സാക്ഷ്യം പറയുമ്പോൾ പിന്നെ പത്രക്കാർ വേറെ വരും ഇവിടെ. ആവശ്യമായ തെറ്റിദ്ധാരണ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളത് സുവിശേഷ വേല ചെയ്യാനുള്ളതാണ് പത്രം, തിന്നാനുള്ളതല്ല. സുവിശേഷ വേല ചെയ്യാൻ. പിന്നെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കൃപാസനത്തിന് പറഞ്ഞിട്ടല്ല. പക്ഷേ പത്രം കൊണ്ട് ചെയ്യേണ്ടത് എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. പത്രം നിങ്ങൾ താഴെ വെക്കുകയും അലമ്പായിട്ടിടുകയും ചെയ്യരുത്. കാര്യം അത് വെഞ്ചരിച്ചത് തന്നെയല്ല, അതിൽ അമ്മ മധ്യസ്ഥമായിട്ട് ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. ഈ ഒരു മാസം ചെയ്ത കാര്യങ്ങളായിരിക്കും ആ പത്രത്തിലുള്ളത്. അത് കൊടുക്കുമ്പോൾ, ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർ അമ്മയുടെ മധ്യസ്ഥം അവർക്ക് കിട്ടും. നമ്മൾ വഴി ദൈവത്തെ അവരറിയും. പക്ഷേ നമ്മൾ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ സ്കൂളിൽ കൊണ്ടുനടന്ന് പത്രം കൊടുക്കും. അപ്പോൾ അത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ, ഈ രാജ്യത്തിന് നിയമത്തിന് യോജിക്കുന്ന റീസണബിളായിട്ടുള്ള യുക്തിസഹമായ കാര്യങ്ങളെല്ലാം നമുക്ക് അനുഷ്ഠിക്കാം.